ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അങ്ങനെ ഗോവിന്ദനോട് സത്യങ്ങളൊക്കെ പറയുകയാണ് നമ്മുടെ രാധിക. അത് കേൾക്കണ ഗോവിന്ദ ആകെ ഞെട്ടുവാണ്. അതിനുശേഷം രാധിക പറയുന്നുണ്ട്, ഇതിനിടയിൽ മഹേഷ് എങ്ങനെ വന്നു, അതിനെക്കുറിച്ചായിരുന്നു എനിക്ക് സംശയം. അവസാനം ഞാൻ അന്വേഷിച്ചു കണ്ടെത്തി. മഹേഷിനെ മനഃപൂർവ്വം വലയിൽ വീഴ്ത്തുമായിരുന്നു രഘുരാം സാറും അവരുടെ മകളും കൂടിയിട്ട്. നിന്റെ സുഹൃത്താണ്, അതുപോലെ തന്നെ ആണെന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴേക്കും നിനക്ക് ഒരിക്കലും സംശയം അടിക്കില്ലല്ലോ. അതുകൊണ്ട് മനഃപൂർവ്വം അവരായിട്ട് പോയിട്ട് രഘുരാമിനെ നമ്മുടെ മഹേഷിനെ കണ്ടുപിടിച്ച് ആ ഡീൽ ഉറപ്പിക്കുമായിരുന്നു, ഒന്നും അറിയാത്ത പോലെ. ഗീതു അതിനെ കൂട്ടുനിന്നു. മഹേഷ് ഇതിൻ്റെ ഇടയിൽ ഒരു ഒരു ആളായിട്ട് നിന്നെന്ന് മാത്രമേ ഉള്ളൂ, അതായത് അയാൾക്കൊന്നും അറിയില്ലായിരുന്നു എന്നൊക്കെ പറയുവാണ്. അതിനുശേഷം നമ്മുടെ രാധിക പറയുന്നുണ്ട്, എന്തായാലും ഇനി അവളായിട്ടുള്ളൊരു ബന്ധവും വേണ്ട, എത്രയും പെട്ടെന്ന് ഡൈവേഴ്സ് ചെയ്യണം എന്ന് പറയുമ്പോഴേക്കും ഗോവിന്ദ് പറയണ്ടേ, എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടാണ് അമ്മേ അവൾ സമ്മതിക്കേണ്ടതെന്ന് പറയുമ്പോൾ, അവളാണോ നിനക്കാണോ താല്പര്യക്കുറവെന്ന് ചോദിക്കുമ്പോൾ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണത്? ചില ചുറ്റിക്കളികളൊക്കെ ഞാൻ കാണുന്നുണ്ട് കണ്ണ എന്ന് പറയുകയാണ്. ചുറ്റിക്കളികളോ? എന്ത് കളികൾ? നീയും അവളും കൂടി ഇടയ്ക്ക് സംസാരിക്കണതും ഇടക്കിടക്ക് അവളെ നീ ചേർത്ത് പിടിക്കണതും എല്ലാം എനിക്ക് അറിയുന്നുണ്ടെന്ന് പറയുമ്പോൾ അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അതൊക്കെ അവളുടെ വട്ട് കേസാണ്. ഒരു ദിവസം ആ റൂമിൽ പോയപ്പോഴേക്കേ അവൾ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നുണ്ട്, കണ്ണേട്ടാ നമ്മൾ പറഞ്ഞിട്ട് തലയോണി കെട്ടിപ്പിടിച്ചിരുന്ന് അവള് കൊഞ്ചിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ അമ്മേനെ കാണിക്കാൻ വേണ്ടി വെറുതെ കാണിക്കണതാ. ഞാൻ അന്ന് പറഞ്ഞ പ്രതിജ്ഞ ഇല്ലേ, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു പെണ്ണുണ്ടാവില്ല, അഥവാ ഉണ്ടാവണമെങ്കിൽ തന്നെ ഒരിക്കലും അത് ഗീതു ആയിരിക്കില്ല. ആ പ്രതിജ്ഞ ഒരിക്കലും ഞാൻ തെറ്റിക്കില്ല അമ്മ എന്നൊക്കെ ഞാൻ പറയുവാണ്. അതുകൊണ്ട് ഗീതുവിന് എൻ്റെ ലൈഫിൽ ഒരു സ്ഥാനവും ഇനിയില്ല എന്ന് ഉറപ്പിച്ച് പറയാണ് ഗോവിന്ദ്. അത് കേൾക്കണ രാധികാമ്മക്ക് ഭയങ്കര സന്തോഷമാവാണ്. അതിനുശേഷം രാധികാമ്മയും ഗോവിന്ദും കൂടി ഈ അവളെ എങ്ങനെ ഇവിടെ നിന്ന് ഓടിക്കാം എന്നുള്ള പ്ലാൻ ചെയ്യുവാട്ടോ. അത് ഞങ്ങളെ കേൾപ്പിക്കണില്ല, കുനുകുനു അവർ സംസാരിക്കണം മാത്രമേ കാണിക്കുന്നുള്ളൂ, കേൾപ്പിക്കണമൊന്നുമില്ല. അതിനുശേഷം രാധികാമ്മ മുകളിലേക്ക് പോകുമ്പോൾ ഗീതു നോക്കുമ്പോൾ രാധികാമ്മ നടന്നു വരുന്നതായിട്ടോ കാണുന്നപ്പോൾ ഗീതു വിചാരിക്കുകയാണ്, ആഹാ ഗോവിന്ദ് സാർ ഇവിടെ ഇല്ലല്ലോ, ഒരു കാര്യം ചെയ്യാം, ഒന്ന് ചുറ്റിക്കളിപ്പിക്കാം എന്ന് വെച്ചിട്ട് ഗീതു പെട്ടെന്ന് റൂമിലേക്ക് കയറുവാണ്. അതിനുശേഷം വാതിൽ ചെറുതായിട്ടൊന്ന് തുറന്നിട്ടതിന് ശേഷം ഇങ്ങനെയൊക്കെ സംസാരിക്കുവാട്ടോ. എന്താ കണ്ണേട്ടാ ഇത്? ഓ, കണ്ണേട്ടൻ ഒരു കുഞ്ഞു കള്ളൻ തന്നെയാണ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, വെറുതെ ഇരിക്കുക, എനിക്ക് സന്ധ്യാദീപം കൊളുത്തേണ്ടതാ, വീട് കണ്ണേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊഞ്ചിക്കുവാട്ടോ. അപ്പോൾ സമയത്ത് രാധിക നമുക്ക് ചിരി വരുക. അവളുടെ അഭിനയം എനിക്കെല്ലാം മനസ്സിലായിടി, കണ്ണൻ നിലത്ത് നിപ്പുണ്ട്, നീ ആരെ കാണിക്കാട്ടി അഭിനയിക്കണത്, വെച്ചിട്ടുണ്ടടി നിന്നെ എന്ന് പറഞ്ഞിട്ട് രാധികാമ്മ നമ്മുടെ വാതിൽ തള്ളി തുറക്കുവാണ്. ആ സമയത്ത് ഗീത അങ്ങോട്ട് തെറിച്ചങ്ങോട്ട് പോവാട്ടോ. എന്നിട്ട് രാധികാമ്മ ചോദിക്കണ്ടേ, എവിടെ നിന്റെ കണ്ണൻ? എവിടെ? ബാത്റൂമിലുണ്ടോ? കർട്ടൻ്റെ അടിയിലുണ്ടോ? എവിടെ? കട്ടിലിൻ്റെ അടിയിലുണ്ടോ? എടി, നിന്റെ കള്ളത്തരങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവില്ലെന്ന് നീ വിചാരിച്ചോ? നീ കണ്ണനാണെന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ ഈ റൂമിൽ നിന്ന് കൊഞ്ചിക്കണതൊക്കെ നീ ഒറ്റയ്ക്കൊക്കെ ആണെന്ന് എനിക്ക് അറിയാടി. നീ ഒറ്റയ്ക്കല്ലേ സംസാരിക്കണം, എന്താ നിനക്ക് തലക്ക് വട്ടാണോ എന്ന് ചോദിക്കുവാണ്. ആ സമയത്ത് ഗീത ഒന്നും മിണ്ടുന്നില്ല. ഗീത പറയുന്നുണ്ട്, അത് കണ്ണേട്ടൻ വരുമ്പോൾ എങ്ങനെയൊക്കെ കണ്ണേട്ടനെ കൊഞ്ചിക്കാം എന്ന് ഞാൻ റിഹേഴ്സൽ ചെയ്യുമായിരുന്നു എന്ന് പറയുമ്പോൾ, ഓഹോ അങ്ങനെ. എനിക്ക് ഒരു കാര്യം ഉറപ്പാടി, ഒരിക്കലും കണ്ണ നിൻ്റെ അടുത്ത് ഇങ്ങനെയൊന്നും സംസാരിക്കില്ല, കാരണം കണ്ണ നിലത്ത് ഇരിപ്പുണ്ട് എന്നിങ്ങനെ പറയുവാണ്. അത് കേൾക്കണ ഗീതക്ക് ആകെ ഷോക്ക് അടിച്ച പോലെ ആവാട്ടോ. രാധിക പറയുന്നുണ്ട്, നിന്നെ ഇവിടുന്ന് പുറത്താക്കാനുള്ള ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്, നീ ഉടനെ തന്നെ ഇവിടുന്ന് പുറത്താവോടി എന്ന് പറഞ്ഞിട്ട് രാധികാമ്മ അവിടുന്ന് പോവാണ്. ഇത് കേൾക്കണ ഗീതുക്ക് ആകെ ടെൻഷനാവാണ്. ഈശ്വര, കള്ളത്തരെല്ലാം പൊളിഞ്ഞല്ലോ, അഭിനയിച്ചതൊക്കെ വെറുതെയായി എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു അപ്പം തന്നെ നമ്മുടെ വിജയലക്ഷ്മിനെ ഫോൺ വിളിക്കാൻ വേണ്ടി തുടങ്ങുക കേട്ടോ. അതേസമയം നമ്മുടെ രാധികാമ്മ ഈ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഗോവിന്ദനോട് പറയുന്നുണ്ട്, ഞാനിപ്പോൾ മുകളിൽ പോയായിരുന്നു, മുകളിൽ പോയപ്പോഴേക്കും അവൾ നീയാണെന്ന് പറഞ്ഞിട്ട് സംസാരിക്കുക, ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എന്നെ പൊട്ടിയാക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഗീതു വിജയലക്ഷ്മിനെ വിളിക്കുന്നുണ്ട്. ഹലോ ഗീതു, എന്താ മോളെന്ന് വിജയലക്ഷ്മി ചോദിക്കുമ്പോൾ, മേഡം എല്ലാ പ്ലാനും പൊളിഞ്ഞു, ഞാൻ ഗോവിന്ദ് സായിട്ട് അടുപ്പമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അതെല്ലാം രാധികാമ്മ കൈയോടെ പിടിച്ചു, ചീറ്റിപ്പോയി എന്ന് പറയുകയാണ്. ആ സമയത്ത് വിജയലക്ഷ്മി പറയുന്നുണ്ട്, ഷോ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറയാണ്. വിജയലക്ഷ്മി പറയേണ്ടത്, എന്തായാലും നീ ഒരു കാര്യം ചെയ്യും, ആ കിഷോറിൻ്റെ കാര്യം എത്രയും പെട്ടെന്ന് തന്നെ ഗോവിന്ദനെ അറിയിക്കാൻ നോക്ക്, അല്ലെങ്കിൽ നാളൊരു സമയത്ത് അവനിത് അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ വലിയൊരു തെറ്റിദ്ധാരണയുടെ പേര് നിന്നെ പുറത്താക്കും കേട്ടോ. നീ കാമുകന് വേണ്ടി മനഃപൂർവ്വം അവനെ ചതിച്ചതാണെന്ന് വരെ പറഞ്ഞുണ്ടാക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ഈ കാര്യം പറയുമ്പോൾ ഇത് പറഞ്ഞിട്ട് ഞാൻ പറയാൻ നോക്കുന്നുണ്ട്, പക്ഷേ ഒന്നും കേൾക്കുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുവാണ്. നീ മെസ്സേജ് എങ്കിലും അയക്കുന്ന വിജയലക്ഷ്മി ഇങ്ങനെ പറയുന്നുണ്ട് ഗീതുവിനോട്. അതിനുശേഷം നമ്മുടെ രാധികാമ്മ ഗോവിന്ദും കൂടി നിലത്തിരിക്കുന്ന സമയത്ത് ഗീതു വരുന്നുണ്ട്. എനിക്ക് സാറിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറയുമ്പോൾ, എനിക്ക് സംസാരിക്കാനൊന്നുമില്ലെന്ന് ഗോവിന്ദ് പറയുവാണ്. പേഴ്സണൽ കാര്യമാണെന്ന് പറയുമ്പോൾ, അമ്മ നിൽക്കുമ്പോൾ സംസാരിക്കണമെങ്കിൽ സംസാരിച്ചാൽ മതി, അല്ലാണ്ട് എനിക്ക് നിൻ്റെ അടുത്ത് ഒറ്റക്കൊന്നും പറയാനില്ലെന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് അവിടെ നിന്ന് പോവാൻ കേട്ടോ. ശേഷം ഗീതു റൂമിൽ ചെന്നതിന് ശേഷം ഒരു വോയിസ് മെസ്സേജ് ഗോവിന്ദൻ്റെ ഫോണിലേക്ക് അയക്കുവാണ്. വേറൊന്നുമല്ല സർ, ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ അയക്കുക കേട്ടോ, അവർണിക കിഷോറിൻ്റെ ഭാര്യയാണ്, ഈ കാര്യം ഞാൻ അറിഞ്ഞത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ്, പക്ഷേ അവർണികേനെ ചതിക്കാൻ എനിക്കായില്ല, അവർണികേനെ പോലത്തെ ഒരു പെൺകുട്ടി, പാവം പെൺകുട്ടിനെ ചതിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ കാര്യം പിന്നെ ഡീലാക്കാമെന്ന് വിചാരിച്ചത്. ഇത് സാറിനോട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പല പ്രാവശ്യം വന്നു, പക്ഷേ സാർ ഇത് കേട്ടേ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വോയിസ് മെസ്സേജ് അയക്കുക കേട്ടോ.
അപ്പോൾ ഗീതു ഇങ്ങനെ വോയിസ് മെസ്സേജ് അയക്കണതൊക്കെ നമ്മുടെ രാധികാമ്മ ചെവി കോർത്ത് ഇങ്ങനെ റൂമിൻ്റെ പുറത്ത് ചെവി കോർത്ത് ഇങ്ങനെ കേൾക്കുക കേട്ടോ. വിജയലക്ഷ്മി സംസാരിക്കണതും ഗീതു വോയിസ് മെസ്സേജ് അയക്കണതൊക്കെ രാധികാമ്മ കേൾക്കുന്നുണ്ട്. അതിനുശേഷം ഗീതു വോയിസ് മെസ്സേജ് അയക്കണം. സമാധാനം ഒന്ന് ഗോവിന്ദേട്ടൻ ഇത് മെസ്സേജ് കണ്ടാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് ഗീതു പ്രാർത്ഥിക്കുകയാണ്. ആ സമയം രാധികാമ്മ വേഗം നിലത്തേക്ക് പോകണം. ആ സമയത്ത് ഗോവിന്ദ് ഓരോരോ പണിയിലായിരിക്കും. കണ്ണ നിൻ്റെ മൊബൈലൊന്നും തരാമോ എന്ന് ചോദിക്കുകയാണ്. എന്താ കാര്യം ചോദിക്കുമ്പോൾ എനിക്കൊരു കോള് ചെയ്യാനാണ്, എൻ്റെ മൊബൈൽ വർക്കാവുന്നില്ല. അതെയോ ഇന്നമ്മേ എന്ന് പറഞ്ഞിട്ട് ഫോൺ കൊടുക്കുവാണ്. രാധികാമ്മ ഫോണായിട്ട് പതുക്കെ പുറത്തേക്ക് പോവാണ്. എന്നിട്ട് ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളയാട്ടോ. മെസ്സേജ് റീഡ് ചെയ്തിട്ടാണ് ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗീതു നോക്കുമ്പോഴേക്കും മെസ്സേജ് റീഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഗീതു മനസ്സിൽ വിചാരിക്കും മെസ്സേജ് കണ്ടു സമാധാനമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു അങ്ങനെ ഇരിക്കുവാണ്. രാധികാമ്മയാണെങ്കിൽ നിൻ്റെ ഒരു അടവും ഇനി നടക്കില്ലടി, അവൻ മെസ്സേജ് ഒന്നും കണ്ടുന്നില്ല, ഞാൻ തന്നെ ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ആ വോയിസ് മെസ്സേജ് ഡിലീറ്റ് ചെയ്യാണ്. അതിനുശേഷം നമ്മുടെ രാവിലെ തന്നെ ഗീതു വിജയലക്ഷ്മിനെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ വിജയലക്ഷ്മിനെ ചോദിക്കുന്നുണ്ട്, എന്തായാലും നീ മെസ്സേജ് അയച്ചല്ലോ, അവൻ റീഡ് ചെയ്തല്ലോ, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും. എങ്കിലും നാളൊരു സമയത്ത് ഒരു ക്വസ്റ്റ്യൻ വരും മോളെ, നീ കാമുകന് വേണ്ടിയിട്ട്, അതായത് നിന്റെ മുമ്പ് പ്രണയിച്ച ആൾക്ക് വേണ്ടിയിട്ട് നീ ഗോവിന്ദനെ ചതിച്ചതല്ലേ എന്നൊക്കെ ആൾക്കാർ പറയും. അതിന് നീ എന്ത് മറുപടിയാണ് പറയാൻ പോണെന്ന് പറയുമ്പോൾ ഗീതു പറയുന്നുണ്ട്, മേഡത്തിന് തോന്നുന്നുണ്ടോ കിഷോർ എന്നെ ചതിച്ച് ഞാൻ അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്ന് എന്ന് പറയുമ്പോൾ വിജയലക്ഷ്മി പറയുന്നുണ്ട്, അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല നീ ചെയ്തത്, പക്ഷെ അവർണികനെ പോലത്തെ പെൺകുട്ടീനെ രക്ഷിക്കാനും അല്ല നീ ചെയ്തത്. നീ ചെയ്തതിൻ്റെ പുറകിൽ തക്കതായിട്ടൊരു കാരണമുണ്ടെന്ന് പറയുവാണ്. ആ സമയത്ത് ഗീതു, ഇല്ല മേഡം ഒരു കാരണവുമില്ല, സത്യം പറ ഗീതു, നീ നുണ പറയരുത്, നീ എന്തിനാ ആ കമ്പനി മേടിച്ചെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുമ്പോൾ ഗീതു പറയുന്നുണ്ട്, എന്നാ മേഡം പറയുമെന്ന് പറയുമ്പോൾ വേറെ ഒന്നല്ല, കിഷോറിനെതിരെ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നീ ആ കമ്പനി വാങ്ങിച്ചത് അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഗീതു ആകെ ഞെട്ടുവാട്ടോ. കാരണം ഗീതുയുടെ മനസ്സിലുള്ള കാര്യം വിജയലക്ഷ്മി പറഞ്ഞല്ലോ എന്ന് ആലോചിച്ചിട്ട് ഗീതു ആകെ ഞെട്ടിയിരിക്കുന്ന ഭാഗത്തോട് കൂട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.